മഞ്ജുഷ ആവശ്യപ്പെടുന്നത്, നവീൻ്റെ കുടുംബം ആവശ്യപ്പെടുന്നത് CBI വരണമെന്നുള്ളത് സ്വാഭാവികമായും അവരുടെ ആവശ്യം ആ ഘട്ടത്തിൽ ന്യായമാണ്. കാരണം ഈ മരണം ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് കുടുംബത്തിനൊരു സംശയമുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ വാദം നിലവിലതൊരു ആത്മഹത്യയാണ്, ആ രീതിയിൽ കേസ് മുന്നോട്ട് പോകുന്നു, അന്വേഷിക്കുന്നത് SIT ആണ്, ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിൽ പാളിച്ചകളില്ല, ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇതിൽ ഉള്ള ഒരേ ഒരു പ്രതി, ആ പ്രതിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു, അവരെ റിമാൻഡ് ചെയ്തു, മുൻകൂർ ജാമ്യം നിഷേധിച്ചു, അതിനുശേഷം അവർ ഇപ്പോൾ ജാമ്യത്തിലുമാണ്. ഈ കാര്യങ്ങളൊക്കെ SITയുടെ റിപ്പോർട്ടിലുണ്ടാവും. ഇത് കോടതിക്ക് തൃപ്തികരമെന്ന് കണ്ടാൽ CBI വരില്ല. അതല്ല, ഈ മരണം തന്നെ അന്വേഷിച്ച് തുടങ്ങുന്ന സമയത്ത് അവിടെയുള്ള ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിൽ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയതിൽ ഒക്കെ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന കുടുംബത്തിൻ്റെ ആവശ്യം കുടുംബത്തിന് വേണ്ടി അഭിഭാഷകൻ ബോധിപ്പിക്കുകയാണെങ്കിൽ, അത് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ CBI എന്നുള്ള ഒരു നിലപാടിലേക്ക് ഒരുപക്ഷെ കോടതി എത്തിയേക്കാം. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം ചേരുന്നു. പ്രവീൺ പുരുഷോത്തമൻ, കുടുംബത്തിൻ്റെ ആവശ്യം CBI വരണം എന്നുള്ളതാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയമായി എടുത്തേക്കുന്ന നിലപാട് CBI ഈ കേസ് അന്വേഷിക്കേണ്ടതില്ല എന്നതാണ്. കാരണം അതിനൊരു രാഷ്ട്രീയ കാരണമുള്ളതാണ് നേരത്തെ ശ്യാം വിശദീകരിച്ചതും. കുടുംബം ഇന്ന് കോടതിയിൽ വരുന്ന വിധി എതിരാണെങ്കിൽ അപ്പീൽ പോകാനുള്ള സാധ്യതയുണ്ടോ? പ്രവീൺ പുരുഷോത്തമൻ. ഗുഡ് മോർണിംഗ് അരുൺ. നവീൻ ബാബുവിന്റെ ഭരണശേഷം അന്വേഷണ സംഘം 2 പ്രാവശ്യം മാത്രമാണ് മലയാലപ്പുഴയിലെ നവീൻ ബാബുവിന്റെ വീട്ടിലേക്ക് എത്തിയത്. ആദ്യം കണ്ണൂർ പോലീസാണ് മൊഴിയെടുക്കുന്നതിന്റെ ഭാഗമായി മലയാലപ്പുഴയിലെ വീട്ടിലേക്ക് എത്തിയത്. അന്ന് കണ്ണൂർ പോലീസ് ആദ്യം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെയും നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവിന്റെയും മറ്റ് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ മൊഴി എടുത്തിരുന്നു. അതിനുശേഷം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ഈ SIT സംഘം ഒറ്റ പ്രാവശ്യം മാത്രമാണ് മലയാലപ്പുഴയിലേക്ക് എത്തിയത്. 3 അംഗ സംഘമാണ് കണ്ണൂരിൽ നിന്നും എത്തിയത്. അന്ന് 40 മിനിറ്റ് നേരത്തോളം നവീൻ ബാബുവിന്റെ വീട്ടിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടായിരുന്നു. തങ്ങളുടെ ആശങ്കകളെല്ലാം തന്നെ ഭാര്യ മഞ്ജുഷയും ഒപ്പം തന്നെ പ്രവീൺ ബാബുവും കൃത്യമായി ഈ SIT സംഘത്തെ അറിയിച്ചിരുന്നു. പക്ഷേ കണ്ണൂരിൽ നിന്നും ആദ്യം പോലീസ് സംഘം എത്തിയപ്പോൾ സുഹൃത്തുക്കളെയും മറ്റ് ബന്ധുക്കളെയും ഒക്കെ കാണുകയും അവരിൽ നിന്നും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയുകയും ചെയ്തിരുന്നു. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം 2 പേരിൽ നിന്ന് മാത്രമാണ് മൊഴി എടുത്തത്. മഞ്ജുഷയിൽ നിന്നും ഒപ്പം തന്നെ പ്രവീൺ ബാബുവിൽ നിന്നും മറ്റ് സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒരു മൊഴിയും പ്രത്യേക അന്വേഷണ സംഘം എടുത്തിട്ടില്ല. മാത്രവുമല്ല, അന്ന് പ്രത്യേക അന്വേഷണ സംഘം വന്നപ്പോൾ മഞ്ജുഷ നവീൻ ബാബു ആത്മഹത്യ ചെയ്ത ദിനം, അങ്ങനെ മരണം സംഭവിച്ച ദിനം, അതിനു മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ തന്നോട് ഫോണിൽ സംസാരിച്ചു എന്നുള്ളത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു. കണ്ണൂർ കളക്ടറെ പറ്റി അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു, തങ്ങളുടെ സംശയങ്ങൾ എല്ലാം തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷം അവരുടെ സംശയങ്ങൾ എന്താണോ അതിനനുസരിച്ചുള്ള ഒരു അന്വേഷണം മുന്നോട്ട് പോയില്ല എന്ന് തന്നെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ അവരുടെ നിലപാട്. ഒപ്പം തന്നെ സഹോദരൻ പ്രവീൺ ബാബുവിന്റെ നിലപാട് അത് തന്നെയാണ്. നേരത്തെ തന്നെ അവർ പറഞ്ഞിരുന്നു തങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. അത് PP ദിവ്യയുടെ കാര്യത്തിലാണ് പറഞ്ഞത്. അവർക്കെതിരെ പാർട്ടി നടപടിയുടെ കാര്യങ്ങളൊന്നും തങ്ങളുടെ പ്രശ്നമല്ല, നിയമ നടപടികളിലാണ് തങ്ങളുടെ ശ്രദ്ധ എന്ന് പറഞ്ഞത്. അത് നാം കോടതിയിൽ കണ്ടതാണ്. PP ദിവ്യയുടെ മുൻകൂർ ജാമ്യ അപേക്ഷയിന്മേലും ഒപ്പം തന്നെ ജാമ്യ അപേക്ഷയിന്മേലും കൃത്യമായിട്ടുള്ള വാദങ്ങൾ മഞ്ജുഷയുടെ അഭിഭാഷകൻ നടത്തിയിരുന്നു. ഇന്നും സ്വാഭാവികമായും ഹൈക്കോടതിയിൽ ഈ CBI വിഷയം വരുമ്പോൾ തങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ അഭിഭാഷകൻ ഉന്നയിക്കും. മഞ്ജുഷയുമായി പ്രവീൺ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. മഞ്ജുഷ ഈ വിഷയത്തിൽ ഉറച്ചു തന്നെയല്ലേ CBI വരണം എന്ന നിലപാടാണ് കുടുംബത്തിനുള്ളത്. ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചൊരു വിധി ഉണ്ടാവുകയാണെങ്കിൽ കുടുംബം എന്ത് നിലപാടെടുക്കും? അപ്പീൽ പോകാനുള്ള സാധ്യതയുണ്ടോ? അതെ, നേരത്തെ തന്നെ സുപ്രീം കോടതി വരെ ഇക്കാര്യത്തിൽ നിയമ പോരാട്ടം നടത്തുമെന്നും മഞ്ജുഷ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇക്കാര്യത്തിൽ ചില സംശയങ്ങൾ നേരത്തെ തന്നെ ഉള്ളത്. 2 ഫോൺ മുറിയിൽ നിന്നും നവീൻ ബാബുവിന്റെ മുറിയിൽ നിന്നും കണ്ടെടുത്തിരുന്നു. 12,000 രൂപയും അന്ന് കണ്ടെടുത്തിരുന്നു. ആ 2 ഫോൺ ശാസ്ത്രീയമായി പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ ആ പരിസരമല്ലാതെ, അതായത് റെയിൽവേ സ്റ്റേഷനും ക്വാർട്ടേഴ്സ് പരിസരമല്ലാതെ മറ്റൊരു ലൊക്കേഷൻ ഫോണിൽ കാണിക്കുന്നുണ്ട്. അത് കണ്ടെത്തിയിരുന്നു. അപ്പോൾ ആ ലൊക്കേഷൻ ഏതാണ്, എന്തിനാണ് നവീൻ ബാബു അങ്ങോട്ടേക്ക് പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പ്രത്യേക അന്വേഷണ സംഘമാണ് കണ്ടെത്തേണ്ടത്. ഏതായാലും ഇന്ന് ഈ കേസ് ഡയറിയും ഒപ്പം തന്നെ അന്വേഷണ റിപ്പോർട്ടും ഒക്കെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അക്കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടോ എന്ന് ഈ കുടുംബം കൃത്യമായി പരിശോധിക്കട്ടെ. പ്രവീൺ, കുടുംബത്തിന്റെ ആ ആശങ്കകൾ പരിഹരിക്കണം. ഒരു കാര്യം കൂടി, ഇപ്പോൾ സംസ്ഥാന സർക്കാർ CBI വരേണ്ടതില്ല എന്ന നിലപാടെടുത്തതിൽ കുടുംബത്തിന് അതൃപ്തി ഉണ്ടല്ലോ അല്ലേ? ഇതുവരെയും സർക്കാരിനെതിരെ കുടുംബം അങ്ങനെ രാഷ്ട്രീയമായിട്ടൊരു വിമർശനം ഉന്നയിച്ചിട്ടില്ല. കുടുംബം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ CPM അനുഭാവമുള്ള കുടുംബമാണ്. അപ്പോൾ സർക്കാർ CBI വരേണ്ടതില്ല എന്നൊരു നിലപാട് ആദ്യം പാർട്ടി സ്വീകരിച്ചു. ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അതേ നിലപാട് തന്നെയാണല്ലോ സ്വീകരിക്കുക. ഇക്കാര്യത്തിൽ മഞ്ജുഷയ്ക്ക് ഒരു വിഷമമുണ്ടോ കുടുംബത്തിനും? പ്രവീൺ.
തീർച്ചയായും അരുൺ, കാരണം നാം കണ്ടതാണ് ആദ്യം മുതൽ തന്നെ ഈ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. അത് പല ഘട്ടങ്ങളിലായി CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ പ്രസ്താവനയൊക്കെ നാം കണ്ടതാണ്. ഒറ്റ പ്രാവശ്യം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വീട്ടിൽ വരികയുണ്ടായി. അന്ന് സംസാരിച്ചു, തങ്ങൾ എല്ലാ പിന്തുണയും നൽകും എന്ന് പറഞ്ഞു. പക്ഷേ ഈ കുടുംബം ആദ്യം മുതൽ തന്നെ രാഷ്ട്രീയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ തങ്ങളുടെ നിലപാട് ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടില്ല. CPM എന്ന പാർട്ടി തങ്ങളുടെ കുടുംബത്തിന് പൂർണ്ണ പിന്തുണയാണോ നൽകുന്നതെന്ന് ഒരൊറ്റ വാക്ക് പോലും, പിന്തുണയുണ്ട് എന്നൊരൊറ്റ വാക്ക് പോലും മഞ്ജുഷയോ പ്രവീൺ ബാബുവോ ഇതുവരെ കൃത്യമായി. പ്രവീൺ, മഞ്ജുഷ പത്തനംതിട്ടയിൽ ജോയിൻ ചെയ്തോ തിരിച്ച്? അതെ അരുൺ, മഞ്ജുഷ ഇപ്പോഴും അവധിയിൽ തന്നെയാണ്. കാരണം ആ ഒരു മാനസികാഘാതം അതിപ്പോഴും വിട്ടുപോയിട്ടില്ല. കോന്നി തഹസിൽദാരായാണ് അവർ ജോലി ചെയ്തിരുന്നത്. ഈ മരണശേഷം റവന്യൂ വകുപ്പിന് അവർ ഒരു അപേക്ഷ നൽകിയിരുന്നു. തനിക്ക് ഇനി തഹസിൽദാർ പോലുള്ള കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയിൽ തുടരാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല. സമാന തസ്തിക, അതായത് അതിന് തത്തുല്യമായിട്ടുള്ള ഒരു മറ്റൊരു തസ്തിക വേണമെന്നായിരുന്നു മഞ്ജുഷയുടെ അഭ്യർത്ഥന. അതേതായാലും റവന്യൂ വകുപ്പ് അത് അംഗീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതിന്റെ ഉത്തരവും റവന്യൂ വകുപ്പിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. പത്തനംതിട്ട കളക്ട്രേറ്റിൽ സമാന തസ്തികയിലുള്ള മറ്റൊരു ജോലിയിലായിരിക്കും അവർ ഇനി പ്രവേശിക്കുക. ഈ ആഴ്ച അവധി തീരുകയാണ്. മിക്കവാറും അടുത്ത ആഴ്ചത്തേക്ക് പത്തനംതിട്ട കളക്ട്രേറ്റിൽ സീനിയർ സൂപ്രണ്ട് തസ്തികയിലായിരിക്കും മഞ്ജുഷ ജോയിൻ ചെയ്യുക. ഏതായാലും അവർക്ക് ഇക്കാര്യത്തിൽ അരുൺ നേരത്തെ ചോദിച്ചതിനുള്ള മറുപടി, പാർട്ടിയോടുള്ള ഒരു അതൃപ്തി കൃത്യമായും ഉണ്ട്. പക്ഷേ അത് മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ വ്യക്തിപരമായ മറ്റാളുകളോടോ അവർ അത് പങ്കുവെക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും അവർ നിയമ പോരാട്ടം തുടരും. ഇന്ന് ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി ആ ഒരു ലൈനിൽ തന്നെയാണ് മഞ്ജുഷയും ഒപ്പം തന്നെ നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവും. ശരി, നമുക്ക് മനസ്സിലാവും. താങ്ക് യു പ്രവീൺ, താങ്ക് യു ശ്യാം. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയതിന് പ്രേക്ഷകർക്ക് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് കോടതിയിലെത്തുമ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് SITയുടെ അന്വേഷണം ഓക്കെയാണ്, അതുകൊണ്ട് CBI വരേണ്ടതില്ല, അത് രാഷ്ട്രീയമായ നിലപാടാണെന്ന് പാർട്ടി പറഞ്ഞു കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ CBIയുടെ അന്വേഷണത്തിനുള്ള പൊതുസമ്മതി 2 വർഷം മുമ്പ് പിൻവലിച്ചതാണ്. അതുകൊണ്ട് ഈ കേസിൽ മാത്രമായിട്ടത് കൊടുക്കാൻ കഴിയില്ല, അങ്ങനൊരു നിലപാട് സർക്കാർ എടുക്കില്ല എന്നതാണ്. അതേസമയം പ്രവീണിന്റെ കുടുംബം പറയുന്നത് SITയുടെ അന്വേഷണത്തിൽ വീഴ്ചയുണ്ട് എന്ന കാര്യങ്ങളാണ്. അക്കമിട്ട് നിരത്തും, വീഴ്ചയില്ല എന്നുള്ളത് പ്രതിരോധിക്കും. ഇതിന്റെ ഭാഗമായി കോടതി എന്ത് കണ്ടെത്തുന്നോ അതാണ് ഏറ്റവും നിർണായകമായത്. ആത്മഹത്യാ പ്രേരണയാണ് നിലവിലുള്ള കുറ്റം, അതിന് CBI വന്ന ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് CBIക്കും പ്രത്യേക താല്പര്യമുണ്ടോ എന്ന് നമുക്കറിയില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന വിധിയോ അതല്ലെങ്കിൽ നിരീക്ഷണമോ. നമുക്ക് SITയുടെ അന്വേഷണ റിപ്പോർട്ട് എന്തായാലും ഹൈക്കോടതിയുടെ പക്കലുണ്ട്. കേസ് ഡയറി പരിശോധിച്ച് കോടതി ഒരു തീരുമാനമെടുക്കട്ടെ. അതേസമയം പ്രവീണിന്റെ കുടുംബത്തിന്റെ ആശങ്കകൾ അത് പരിഹരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാവുകയും വേണം.